വേണ്ടിയിട്ടാണ് ഏതാനും കോടികൾ നമ്മുടെ ഗവൺമെന്റിന് കൊടുത്തത്. ഞാൻ അത്തരം ഒരു പൊളിറ്റിക്സിലേക്ക് പോവുകയല്ല. പക്ഷെ ചില പൊളിറ്റിക്സ് നമുക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി നമുക്ക് സംഭവിക്കുന്ന ചോർച്ച ഒരു ഉമ്മത്തല്ലാതാക്കി മാറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മതപഠനം എന്തുകൊണ്ട് ഇനി കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മുടെ കുട്ടികൾ ഗുരുതന്യം സ്നേഹിക്കുന്ന അധ്യാപകനിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ അവൻ പഠിപ്പിക്കപ്പെടുന്ന പാഠ്യപദ്ധതികളിൽ നിന്ന് അവൻ പഠിപ്പിക്കാൻ പെടാൻ പോകുന്നത് അന്ധവിശ്വാസങ്ങൾ പോലും ഐതിഹ്യങ്ങൾ പോലും ശാസ്ത്രീയമായ ഫ്രെയിമോടുകൂടി പഠിപ്പിക്കുന്ന കലാലയത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്ന ഒരു സന്ദർഭം നമുക്ക് അതിവിദൂരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിന് പുറത്തുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സൂര്യ നമസ്കാരം കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ചരിത്രത്തിൽ നിന്ന് മുഗൾ ചരിത്രം അറുത്തുമാറ്റിയിരിക്കുന്നു. തെറ്റായ പല ചരിത്രങ്ങളും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഐതിഹ്യങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ കുട്ടികളെ പാഠ്യപദ്ധതികളിലൂടെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ക്യാമ്പസുകളിലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ആണെന്നും പെണ്ണെന്നും രണ്ട് വിഭാഗമുണ്ട്. അത് നമ്മൾ തീരുമാനിച്ച് രണ്ട് വിഭാഗം ഉണ്ടായതല്ല. മനുഷ്യന്റെ പടപ്പങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഇണകളായിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ആണും പെണ്ണും തിരിയാത്ത ഓരോരുത്തർക്കും അവരവരുടെ ജെൻഡർ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുന്ന അപകടകരമായ സാംസ്കാരിക ലിബറൽ ചിന്താധാര നമ്മുടെ പാഠപുസ്തകങ്ങളിലൂടെ, നമ്മുടെ ക്ലബുകളിലൂടെ, നമ്മുടെ മറ്റ് സംവിധാനങ്ങളിലൂടെ, നമ്മുടെ അസൈൻമെന്റ് വർക്കുകളിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ജെൻഡർ ക്ലബുകളിലൂടെ എല്ലാം ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുമിച്ച് കുട്ടികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു ബെഞ്ചിലിരുത്തുക, ഒരുമിച്ച് ഒരു രീതിയിൽ ഒരു പ്രൊജക്ട് വർക്ക് കൊടുക്കുക. അതിനൊന്നും ഒരുമിച്ച് പ്രൊജക്ട് വർക്ക് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അതേസമയം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ആസൂത്രിതമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമില്ല എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, മാത്രമല്ല മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ തീരുമാനം, ഇതാണല്ലോ ഈ സാംസ്കാരിക ലിബറലിസത്തിന്റെ സിദ്ധാന്തം. അതാണ് മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം എന്റെ തീരുമാനം, എന്റെ ശരീരം എന്റെ തെരഞ്ഞെടുപ്പ്, മൈ ബോഡി മൈ റൈറ്റ്സ്, എന്റെ ശരീരം എന്റെ അവകാശം എന്ന് തീരുമാനിക്കുന്നിടത്ത് ആണും ആണുമായിട്ട് ബന്ധപ്പെടാം, പെണ്ണും പെണ്ണുമായിട്ട് ബന്ധപ്പെടാം, ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിക്കാം, ലിവിംഗ് ടുഗദർ ആകാം എന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന, അത് പരിഷ്കാരമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അത് പുരോഗതിയായി വിളമ്പിക്കൊണ്ടിരിക്കുന്ന, അത്തരം മിശ്ര വിവാഹങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, ഈ മതത്തിന്റെയും മതാശയങ്ങളുടെയും മധുർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടിരിക്കുന്ന, ആണിനും പെണ്ണിനും ഇടയ്ക്ക് മനുഷ്യ സഹജമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ശാസ്ത്രീയമായ അതിർവരമ്പുകൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യക്രമത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മദ്രസ പഠനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മദ്രസ പഠനം പറയുന്നതുപോലെ സ്വഭാവത്തെ കുറിച്ച് മാത്രം പഠിപ്പിച്ചാൽ മതിയാവില്ല, സൽസ്വഭാവത്തെ കുറിച്ച് മാത്രം പഠിപ്പിച്ചാൽ മതിയാവില്ല. അഖീദ എന്ന് പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പഠിപ്പിച്ചാൽ മതിയാവില്ല. എന്റെ ശരീരത്തിന്റെ ഉടമ ഞാനാണെന്നും എനിക്ക് തോന്നിയതുപോലെ എന്റെ ശരീരത്തെ എനിക്ക് വേം ചെയ്യാമെന്നും എനിക്ക് എന്റർടൈൻ ചെയ്യാമെന്നും പഠിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ ശരീരത്തിന്റെ ഉടമ അല്ലാഹുവാൻ, എന്റെ സൗകര്യത്തിന്റെ ഉടമ അല്ലാഹുവാൻ, എന്റെ സമ്പത്തിന്റെ ഉടമ അല്ലാഹുവാൻ, അതുപോലെ തന്നെ എന്റെ കഴിവിന്റെ ഉടമ അല്ലാഹുവാൻ. അതുകൊണ്ട് എന്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കേണ്ടതല്ല, അല്ലാഹുവിന്റെ ഹിതപ്രകാരം മാത്രമാണ് എന്റെ ശരീരത്തെ ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കപ്പെടേണ്ടത് മദ്രസയിൽ നിന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, നവനാസ്തികത ഇന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ടോ? നവനാസ്തികത, എന്റെ മോള് വന്നിട്ട് എന്നോട് ചോദിച്ചുപ്പാ, എന്താണ് ആയിഷ ബീവി 6-ാം വയസ്സിൽ കല്യാണം കഴിച്ചത്? ഞാൻ അവളെ പഠിപ്പിച്ചത്, ഞാൻ അവളെ കോളേജിലേക്ക് വിട്ടത് എക്കണോമിക്സിന് വേണ്ടിയിട്ടാ. കോളേജ് അവള് BA എക്കണോമിക്സ് അവള് പഠിക്കുന്നത്. +2 വരെ അവള് സയൻസ് പഠിച്ചിട്ട് പറഞ്ഞു ഞാൻ BA എക്കണോമിക്സ് പഠിക്കാൻ പോകാം. BA എക്കണോമിക്സിന്റെ ക്ലാസ്സിൽ നിൽക്കുന്ന മോൾ എന്നോട് വന്നിട്ട് ചോദിക്കാം, എന്താപ്പാ ആയിഷ ബീവിക്ക് 6-ാമത്തെ വയസ്സിൽ കല്യാണം ഉണ്ടായതാ? എന്താപ്പാ 2 പെണ്ണുങ്ങൾ സാക്ഷി നിൽക്കണമെന്ന്, ഒരാണ് സാക്ഷി നിൽക്കണമെന്ന് പറഞ്ഞതാ? അടുത്ത ചോദ്യം വരുന്നുണ്ട്, എന്താപ്പാ പെണ്ണുങ്ങൾക്ക് അനന്തര സ്വത്തിന്റെ പകുതി വരുന്നത്? ചോദ്യശരങ്ങൾ തുടർച്ചയായി വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇവിടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് എക്കണോമിക്സ് അല്ല മറ്റു പലതുമാണ് എന്ന്. ഞാൻ മൂലമായിട്ടിരുന്നിട്ട് ചോദിച്ചു, എന്റെ മോളെ നീ പഠിക്കുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് കോളേജിലാണ്, ഞാൻ അത്രയേ പറയൂ. എന്നിട്ട് ഞാൻ മോളോട് ചോദിച്ചോ, അല്ല മോളെ നീ എന്നോട് ചോദിച്ച ആയിഷ ബീവിയുടെ പ്രായമാണ്, അതുപോലെ തന്നെ നീ എന്നോട് ചോദിച്ചത് അതുപോലെ തന്നെ സ്ത്രീകളുടെ അനന്തര സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതൊക്കെ
അതൊക്കെ ഞാൻ പറയാം. ഇത് എവിടുന്ന നമുക്ക് കിട്ടുന്നത്? ഇത് മാഷ് ചോദിച്ചതാണ് ക്ലാസ്സിൽ. നവനാസ്തികത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അതിശക്തമായ സ്വഭാവത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെ നമ്മുടെ കുട്ടിയുടെ ഹൃദയാന്തരങ്ങളിൽ നാം പെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു മോളോട്, അതെന്താ മോളെ അങ്ങനെ? അവ പറഞ്ഞു, എന്റെ ക്ലാസ്സിൽ തന്നെ 2 പെൺകുട്ടികൾ, മസ്തട്ട് വരുന്ന 2 പെൺകുട്ടികൾ നിസ്കാരം നിർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിർത്തിയത്? ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോ, അവർക്ക് ഉത്തരം മുട്ടിയപ്പോ, ആ ഉത്തരം മുട്ടിയിടത്തിൽ നിന്ന് അവർ മതത്തെ ഉപേക്ഷിച്ച ഉമ്മാനിപ്പാനി സങ്കടപ്പെടുത്തേണ്ടെന്നുകൊണ്ട് മാത്രം മസ്തട്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമ്മുടെ മതപഠനം എന്ന് പറയുന്നത് കേവലം ചടങ്ങായി പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. സാംസ്കാരിക ലിബറലിസം ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതാകണം മതപഠനം. നവനാസ്തികത ഉയർത്തുന്ന അപകടകരമായ ചിന്താധാരക്ക് മറുവശം പഠിപ്പിക്കുന്നതാണ് മതപഠനം. ദൈവാസ്തികത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവാസ്തികത്തെ കുറിച്ച് പഠിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ മതപഠനം. അതുകൊണ്ട് ശാസ്ത്രീയമായ, അതുപോലെ തന്നെ ആലോചനയോടുകൂടിയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഹിദായത്ത് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന സ്വഭാവത്തിൽ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മതവിദ്യാഭ്യാസത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട്, നമുക്കറിയാലോ, അതിനപ്പുറം നമ്മൾ വംശീയത നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. വംശീയത എന്ന് പറഞ്ഞാൽ എന്താ? നവനാസ്തികതയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഴയ യുക്തിവാദത്തെ കുറിച്ചല്ല ഞാൻ നവനാസ്തികത എന്ന് പറയുന്നത്. ഇടമുറകിന്റെ യുക്തിവാദം എന്ന് പറയുന്നത് മതവിരുദ്ധമായ ഒരാശയമാണ്. അത് ഹിന്ദു മതത്തിനെതിരാണ്, ക്രിസ്തു മതത്തിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്, ക്രിസ്ത്യാനിറ്റിക്കെതിരാണ്. രവിചന്ദ്രന്റെ നവനാസ്തികത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വത്തിനെതിരല്ല, ഹിന്ദു മതത്തിനെതിരല്ല, ക്രൈസ്തവതക്കെതിരല്ല, അതുപോലെ തന്നെ മറ്റേതൊരു ദർശനത്തോടും അത് മുഖാമുഖം നിൽക്കുന്നില്ല. അവർ ഉന്നയിക്കുന്ന നവനാസ്തികത എന്ന് പറയുന്നത് ഇസ്ലാം വിരുദ്ധമായ ആശയമാണ്. ആ ഇസ്ലാം വിരുദ്ധമായ ആശയധാരയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നവനാസ്തികത പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒരുക്കുന്ന ഒരു സോഷ്യൽ സിസ്റ്റത്തിലാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. എന്റെ കുട്ടി അതൊന്നും അല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം എന്റെ കുട്ടി ജീവിക്കുന്നത് സമൂഹത്തിലാണ്, എന്റെ കുട്ടി ജീവിക്കുന്നത് ക്യാമ്പസിലാണ്, എന്റെ കുട്ടി ജീവിക്കുന്നത് ഈ ചുറ്റുപാടുമുള്ള ഇത്തരം ഒരു അന്തരീക്ഷത്തിലാണ്. അവൾ ഓർക്കുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. നിങ്ങളെക്കാൾ അവർ സമയം ചെലവഴിക്കുന്നത് അവരുടെ ലോകത്താണ്. അങ്ങനെയുള്ള ഒരു ലോകം എന്ന് പറയുന്നത് ഇതിനെയൊക്കെ നോർമലൈസ് ചെയ്ത ലോകമാണ്. ഇപ്പൊ ഏറ്റവും അവസാനം ഒരു ചാനലിനകത്ത് ഏറ്റവും വലിയൊരു മെഗാ പ്രോഗ്രാമിലെ ഏറ്റവും 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് 2 പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്ന 2 മുസ്ലിം പെൺകുട്ടികളാണ്. ഞാൻ പേര് പറയുന്ന പോലും ഇല്ല. അതെല്ലാം നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികൾ ലിവിങ് ടുഗദർ ഒരുമിച്ച് വിവാഹം കഴിച്ചതുപോലെ ജീവിക്കുന്നത് നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ കരളിന്റെ കഷ്ണം എന്ന് പറയുന്ന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ ഇമാമാകും വിധം ഞങ്ങളുടെ മക്കളെ കൺകുളിർപ്പിക്കുന്ന കാഴ്ചകളായി വളർത്താൻ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം മദ്രസ ആചാരമല്ല, മദ്രസ അനുഷ്ഠാനമല്ല, മദ്രസ ജീവിത പാഠമാണ്. മദ്രസ മുന്നോട്ടുള്ള ജീവിത വിദ്യാഭ്യാസമാണ്. മദ്രസ പിടിച്ചു നിൽക്കാനുള്ള കരുത്താൻ, മദ്രസ ഈ കാലഘട്ടത്തെ അതിജീവിക്കാനുള്ള വിൽപ്പവറാൻ. മദ്രസ ദൈവനിരാസം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവബോധത്തിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ജാഹിലിയത്തിനോട് പൊരുതാനുള്ള കരുത്താൻ. അതുകൊണ്ട് ഗൗരവത്തിൽ നമ്മൾ കാണണം. പാഠപുസ്തകത്തിൽ അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികളെ ഈ കാലത്തെ ഇത്തരത്തിലുള്ള ചോദ്യശരങ്ങൾ, ഞാൻ പലപ്പോഴും അത് പറയാണ്ട്, പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കണം. പുതിയ കാല നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നാഷണൽ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉൾപ്പെടെയുള്ള നിലനിൽക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സിസ്റ്റം മോഡ് ചെയ്യപ്പെട്ട ഈ കാലഘട്ടത്തിൽ അതിനെ മറികടക്കാനുള്ള മറുവിദ്യാഭ്യാസം നമ്മുടെ മദ്രസയിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. നമുക്കറിയാലോ, നവനാസ്തികത പോലെ തന്നെ വംശീയത ശക്തമാണ്. പുതിയൊരു കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വംശീയത ശക്തമാണ്. പ്രകാശ് രാജ് എന്ന് പറയുന്ന അറിയപ്പെട്ട കലാ മേഖലയിലുള്ള വ്യക്തി ഗസയുമായി ബന്ധപ്പെട്ട വംശഹത്യയെ കുറിച്ച് ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. ഗസയിൽ നടന്നു
നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ ഇന്ത്യ ഗവൺമെന്റ് സാഗൂതം നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് സാഗൂതം നിരീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? അവർ സാഗൂതം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ഗസയിൽ വംശീയമായ ഉന്മൂലനം സായുധപരമായ സംവിധാനത്തോടുകൂടി ഇസ്രായേൽ ഭീകരന്മാർ സാധിച്ചെടുക്കുന്നത് എന്ന് നോക്കുന്നത്. ഇന്ത്യയിലും വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ഗസയിൽ നിന്ന് പഠിക്കാനാണ് എന്ന് പ്രകാശ് രാജ് ഇന്ത്യ ഗവൺമെന്റിനെ കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. വംശീയമായ ഉന്മൂലന പദ്ധതികൾ ആസൂത്രിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അല്ലെ? നമുക്കറിയാലോ, ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാള്, അതുപോലെ തന്നെ ആത്മാഭിമാന ബോധം ഇല്ലാത്ത ഒരാള്, വിശ്വാസത്തിന്റെ കരുത്തില്ലാത്ത ഒരാള് ഇർത്തിദാദിലേക്ക് പോകാൻ കേരളത്തിന്റെ പുറത്തുള്ള മറ്റു പല സംസ്ഥാനങ്ങളിലും സാധ്യതയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത്തരം നീക്കങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ആസാമിൽ നടന്ന ബുൾഡോസർ രാജ് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. എന്താണ് അവർ ചെയ്ത് തെറ്റിയെന്ന് ചോദിച്ചാൽ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉൾക്കൊണ്ടു എന്നതല്ലാത്ത ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ CAA അഥവാ NRC പോലുള്ള പൗരത്വത്തിൽ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം വഖഫ് സ്വത്തിലൂടെ തുടർന്ന് ഏറ്റവും അവസാനം വോട്ട് ചെയ്യാനുള്ള അധികാരത്തിൽ നിന്ന് വരെ അടർത്തി മാറ്റുകയാണ്. 80 ലക്ഷത്തോളം ആളുകളെയാണ് ബീഹാറിൽ നിന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റുന്നത്. അതും പോരാങ്ങിട്ട് സുപ്രീം കോടതിയെ നിർദ്ദേശത്തെ ലംഘിച്ചുകൊണ്ട് ബുൾഡോസറായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ ഹൃദയാന്തരങ്ങളിൽ അടങ്ങാത്ത, ഒടുങ്ങാത്ത, അണയാത്ത വിശ്വാസത്തിന്റെ കനൽ അവശേഷിക്കുന്നത് കൊണ്ടാണ് ഗസയിൽ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കഴിഞ്ഞ 2 വർഷത്തോളം ആ ജനത പൊരുതുകയാണ്. ഏതാണ്ട് 19,000-ഓളം ആളുകൾ മരണപ്പെട്ടു. അതിൽ കൊല്ലപ്പെട്ടത് 20,000-ഓളം കുട്ടികളാണ്, 28,000-ഓളം സ്ത്രീകളാണ്. നിങ്ങൾ ആലോചിച്ചു, പരിഷ്കൃതരെന്ന് അവകാശപ്പെടുന്ന ഒരു ജനത, സ്ഥിരായുധരായ ഒരു ജനതയ്ക്ക് നേരെ ലോകത്തുള്ള മുഴുവൻ സർവ സന്നാഹങ്ങളോടും കൂടി, സാമ്രാജ്യത്വ ശക്തികളുടെ പിൻബലത്തോടുകൂടി അവർ ബോംബിട്ടത് 28,000 സ്ത്രീകൾക്ക് നേരെയും 20,000 കുട്ടികൾക്ക് നേരെയുമാണ്. 70,000-ഓ 75,000-ഓ വരുമ്പോ 60% നിരപരാധരായ മനുഷ്യർക്ക് നേരെ ബോംബിട്ട വംശഹത്യ നടത്തുന്ന സാമ്രാജ്യത്വ ഭീകരന്മാരുടെ മുമ്പിൽ ഇപ്പോഴും തലകുനിക്കാത്ത ഒരു ജനത ഗസയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഹൃദയാന്തരങ്ങളിൽ അണയാതെ അവർ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ എരിഞ്ഞൊടുങ്ങാത്ത, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അണയാത്ത കനലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുക, നമ്മുടെയൊക്കെ രാജ്യത്ത് വംശീയത ഭരണകൂട രൂപം പൂണ്ട ഒരു കാലഘട്ടത്തിൽ, വംശഭ്രാന്ത് നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഹേറ്റ് സ്പീച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഇസ്ലാമോഫോബിയ നമ്മുടെ കാലഘട്ടത്തിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രിവിലേജ് ഒരുപാട് റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ഇതര സാമുദായിക നേതാക്കന്മാർ എന്തു പറഞ്ഞാലും അത് സെക്യുലറിസത്തിന്റെ ഫ്രെയിമിൽ മനസ്സിലാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പ്രിവിലേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടാൽ അത് ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തിൽ ടെററിസത്തിന്റെയും തീവ്രവാദത്തിന്റെയും ഫണ്ടമെന്റലിസത്തിന്റെയും ലിസ്റ്റിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്ന ഇസ്ലാമോഫോബിയയുടെ കാലത്തിൽ ആത്മനിന്ദയോടുകൂടി, അന്തസംഘർഷത്തോടുകൂടി യഥാർത്ഥത്തിൽ ആളുകൾ ഇസ്ലാമിക ദർശനത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് വിട്ടകലാതെ പോകാതിരിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ വിശ്വാസം രൂഢമൂലമാകണം. അതുകൊണ്ട് മദ്രസ എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ, ഞാൻ ഗസയാണ് ഉദാഹരിക്കുക, ഈ നൂറ്റാണ്ടിൽ 18 കൊല്ലം ഉപരോധം ഏർപ്പെടുത്തിയിട്ടും 7.5 പതിറ്റാണ്ട് കാലം നിരന്തരമായി ഒരു ജനത ചെറുത്തു നിന്നിട്ടോ അവരിപ്പോഴും പരാജയപ്പെടാതെ, കീഴടങ്ങാതെ പൊരുതുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയാന്തരങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. യഹിയാസിന്മാർ അദ്ദേഹം ഷഹീദാകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞോ, അദ്ദേഹം രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞോ, നിങ്ങളുടെ ബന്ദികളെ, ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ പിടിച്ചത് ഞങ്ങളാണ് പിടിച്ചത്, ഞങ്ങൾ തരാതെ നിങ്ങൾക്ക് കിട്ടൂല. അദ്ദേഹം രക്തസാക്ഷിയായി പോയി. 2-2.5 കൊല്ലം ആ മണ്ണിൽ എല്ലാ സന്നാഹങ്ങളോടും കൂടി അവർ ഭരിച്ചു. ഒരുപാട് മനുഷ്യരെ കൊന്നു, ടാങ്ക് ഉരുട്ടി. മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ടെഹ്റാനിലുള്ള ഇസ്മായിൽ ഹനിയെ അദ്ദേഹത്തിന്റെ റൂമിൽ ടാർഗറ്റ് ചെയ്ത് വധിക്കാൻ അവർക്ക് പറ്റി. അതുപോലെ തന്നെ ദോഹയിലുള്ള ഗസയിലെ നേതാക്കന്മാർ അവരുടെ ഹോട്ടൽ മുറിയിൽ ടാർഗറ്റ് വെച്ചിട്ട് അവർക്ക് വധിക്കാൻ പറ്റി.
അങ്ങനെയുള്ള എല്ലാ സന്നാഹങ്ങളുമുള്ള ഇസ്രായേലിയർക്ക് 20 കിലോമീറ്റർ വീതിയും 40 കിലോമീറ്റർ നീളവുമുള്ള ഗസയുടെ ഒരു തുണ്ട് ഭൂമിക്കകത്ത് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തുരങ്കത്തിനകത്തുള്ള സ്വന്തം ബന്ദികളെ 2 കൊല്ലക്കാലത്തോളം ആകാശത്തിൽ നിന്ന് തുറന്ന മൈതാനത്തെന്ന പോലെ തീമഴ വർഷിച്ചതിന് ശേഷവും പിടികൂടാൻ പറ്റാതിരിക്കുകയും ഒപ്പിട്ട ശേഷം അവരുടെ കാലിനടിയിൽ നിന്ന് പുഷ്പം പോലെ ഹമാസിന്റെ പോരാളികൾ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ജാലതയോടുകൂടി സ്വീകരിക്കേണ്ടി വരുന്നതും എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ ജനതയുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏതേത് കാലഘട്ടത്തെയും ഏതേത് സാംസ്കാരിക അധിനിവേശത്തെയും ഏതേത് സ്വഭാവദൂഷ്യത്തെയും ഏതേത് ജീർണതകളെയും ഏതേത് അപകടകരമായ ജാഹിലിയത്തിനെയും ഏതേത് വംശീയതയെയും ഒരു മലവെള്ളപ്പാച്ചിൽ കണക്കെ വന്നാലും അതിനെയൊക്കെ തടയിടാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ കരുത്ത് പകരുന്ന കേന്ദ്രത്തിന്റെ പേരാണ് മദ്രസ. പേരായിരിക്കണം മദ്രസ. അതുകൊണ്ട് മദ്രസ അധ്യാപകൻ എന്നുള്ള പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ അക്ഷരം പ്രതി അങ്ങോട്ട് പകർന്നു കൊടുത്തിട്ട് അടിച്ചേൽപ്പിച്ചിട്ട് പരീക്ഷയ്ക്ക് മറ്റൊരു പേപ്പറിലേക്ക് അത് എഴുതി വാങ്ങിയിട്ട് മാർക്കിട്ട് കൊടുത്തിട്ട് പുറത്ത് തട്ടിവിടുന്നതിനാകാൻ പാടില്ല. മോനെ, ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനം നിർവഹിക്കുവാൻ നീ പ്രാപ്തനാണ് എന്ന് അവനെ പഠിപ്പിച്ചിട്ട് അവനെ പുറത്തുവിടാൻ പറ്റുന്നതാകണം. പുതിയ കാലം നമ്മുടെ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ചും മതവിദ്യാഭ്യാസത്തെക്കുറിച്ചും ദീനി വിദ്യാഭ്യാസത്തെക്കുറിച്ചും കാലികപൂർവത്തോടു കൂടി ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്താണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുന്നിടത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാപ്പുസാക്ഷിത്വമുള്ള ഒരു ഉമ്മത്തിന്, അതുപോലെ തന്നെ ആത്മനിന്ദയുള്ള ഒരു ഉമ്മത്തിന്, ഭീതിയുള്ള ഒരു ഉമ്മത്തിന്, അവർ പറഞ്ഞല്ലോ ഭയപ്പെടുത്താൻ പറ്റൂല എന്ന് ഗസയിലെ പോരാളികൾ പറഞ്ഞവർ ഇപ്പോഴുള്ള കുട്ടികളെ കണ്ടിട്ടില്ല. അവരുടെ കുട്ടികൾ ഖുർആൻ ഇങ്ങനെ ഭംഗിയായി പാരായണം ചെയ്യും. അവർക്ക് യാതൊരു പ്രശ്നമല്ല. എവിടുന്നാണ് അവർ പഠിച്ചത്? അവർ പഠിച്ചതാണ്. അവർ പഠിച്ചത് കൊണ്ടാണ് അവർ പടവെട്ടിയത്. അവരുടെ എല്ലാ ആയുധങ്ങളും ഉണ്ട്. പക്ഷേ ഗസയിലെ ഒരു ജനതയുടെ ഹൃദയാന്തരങ്ങളിൽ നിലനിൽക്കുന്ന വിശ്വാസത്തെ പറിച്ചറിയാനുള്ള ആയുധം കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ കാലത്ത് ഒരു ഭാഗത്ത് സാംസ്കാരികമായ, മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയമായ, മറ്റൊരു ഭാഗത്ത് വംശീയമായ അധിനിവേശത്തിന്റെ മുൾമുനയിൽ നിർത്തപ്പെട്ട ഒന്നാമത്തെ കമ്മ്യൂണിറ്റി നമ്മളാണ്. വിചാരധാരയിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, ക്രിസ്തവ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിസ്റ്റുകൾ ഒന്നാമത്തെ കമ്മ്യൂണിറ്റി നമ്മളാണ്. ഒരു പ്രശ്നമല്ല. ജനാധിപത്യത്തിന്റെ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ബഹുസ്വര സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എന്നാൽ ഇസ്ലാമിക ഐഡിയോളജിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തി വളർത്തിയെടുത്തുകൊണ്ട് ആർക്കും കീഴടക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ മുൻപിൽ മാത്രം സുജൂദ് ചെയ്യുന്ന ആത്മാഭിമാന ബോധവും ആദർശബോധവുമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന വളർത്ത തൊട്ടിലാകണം മദ്രസ. ആ അർത്ഥത്തിൽ ഈ പുതിയ കെട്ടിടവും ഈ പുതിയ ഇന്ത്യയിൽ ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന പുതിയ സന്നാഹങ്ങളോടുകൂടിയുള്ള പുതിയ സംവിധാനമാകട്ടെ എന്ന് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരമകാരുണികനും